നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അസം വീണ്ടും സംഘർഷഭൂമിയാവുകയാണ്. മിസോറാമുമായുള്ള അതിർത്തി തർക്കത്തിന് ശേഷം 2 മാസം പോലും പൂർത്തിയാകും മുൻപാണ് മറ്റൊരു വെടിവെപ്പിന് സംസ്ഥാനം സാക്ഷിയാകുന്നത്. ഭൂമി ഏറ്റെടുക്കലിനെതിരെ പ്രതിഷേധിച്ച പ്രദേശവാസികൾക്ക് നേരെ നിറയൊഴിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന ചോദ്യങ്ങൾക്ക് അധികൃതർക്ക് ഇനിയും മറുപടിയില്ല. പകരം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് ചോദ്യങ്ങളിൽ നിന്ന് രക്ഷ നേടുകയാണ് സർക്കാർ. അസമിലെ ദാരങ് ജില്ലയിലാണ് വ്യാഴാഴ്ച പോലീസിന്റെ വെടിവെപ്പ് നടന്നത്. കാർഷിക പദ്ധതിക്കായി തെരഞ്ഞെടുത്ത സ്ഥലത്ത് നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനിടെയുണ്ടായ സംഘർഷത്തെ നേരിടാനായിരുന്നു വെടിവെപ്പെന്നാണ് പോലീസിന്റെയും അധികൃതരുടെയും ഔദ്യോഗിക ഭാഷ്യം. എന്നാൽ അനധികൃതമായി കുടിയേറിയവരില്ലെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. വർഷങ്ങളായി താമസിച്ചിരുന്ന ഇടത്തിൽ നിന്നും ഒഴിപ്പിക്കപ്പെടുന്നവർക്ക് പുനരധിവാസം ഉറപ്പാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. പദ്ധതി പ്രദേശം നേരിട്ട് സന്ദർശിക്കാനെത്തിയ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് മുന്നിലും ഈ ആവശ്യങ്ങൾ അവർ നിരത്തുകയും ചെയ്തു. എന്നാൽ അത് കണ്ടില്ലെന്ന് നടിച്ച് ഒഴിപ്പിക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. 2800 ഏക്കറോളം സ്ഥലത്ത് നിന്ന് 800ഓളം കുടുംബങ്ങളെയാണ് സർക്കാർ കുടിയൊഴിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. ഭൂമി ഒഴിപ്പിക്കലിന് സംരക്ഷണം നൽകാനെത്തിയ പോലീസിന് എതിർപ്പ് നേരിടുക എന്നത് സ്വാഭാവികമാണ്. തോക്കും ലാത്തിയുമായി നിൽക്കുന്ന പോലീസ് സംഘത്തിന് നേരെ വെറും മുളവടിയുമായി ഓടിയെടുത്ത ആളുകളെ നേരിടാൻ വെടിവെപ്പ് വരെ വേണ്ടി വന്നതിന്റെ കാരണങ്ങൾ പക്ഷേ ഇനിയും അധികൃതർക്ക് വിശദീകരിക്കാനായിട്ടില്ല. 60 फैमिली था एविक्शन करने के लिए, लोग आ गया 10,000. कौन लेके आया इसको? कैसे वो स्पॉट में आया इतना 10,000 लोग? और पुलिस को क्यों आक्रमण किया? इसका पीछे क्या है? तो यहाँ में PFI का नाम इमर्ज कर रहा है, लेकिन मैं कुछ कमेंट नहीं देना चाहता हूँ. जुडिशियल प्रूफ होगा और जुडिशियल प्रूफ में ये बात देखा जाएगा क्या इसमें PFI का इन्वॉल्वमेंट था. വെടിയേറ്റ് വീണ മൊയ്നുൽ ഹക്കിന്റെ മൃതദേഹത്തോട് പോലീസും വിജയ് ബോനിയെ എന്ന പ്രാദേശിക ഭരണകൂടത്തിന്റെ ഫോട്ടോഗ്രാഫറും കാണിച്ച അനാദരവും ക്രൂരതയും മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിരുന്നു. വെടിവെപ്പോടെ സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. സർക്കാർ സ്പോൺസേഡ് അക്രമമെന്നാണ് കോൺഗ്രസും CPIയും CPMും അക്രമത്തെ വിശേഷിപ്പിച്ചത്. അതുമാത്രമല്ല, ഭൂമി ഒഴിപ്പിക്കലിന് പിന്നിൽ വർഗീയ വേർതിരിവുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. സ്ഥലമൊഴിയാൻ നിർദ്ദേശിച്ച 800 കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനങ്ങൾ. We strongly condemn the state-sponsored police brutality against poor peasants of Assam who have been tilling the land there for decades and who are now being targeted
by the BJP government because they belong to the minority community. It is a shame and an assault on the constitutional rights of the citizens of India. ഇത് ശരിവെക്കുന്നതാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിശദീകരണം. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണ് കൊല്ലപ്പെട്ടതെന്നായിരുന്നു അക്രമത്തിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന വിശദീകരണം. അക്രമത്തിൽ 9 പോലീസുകാർക്ക് പരിക്കേറ്റത് ഉയർത്തിക്കാട്ടിയാണ് സർക്കാരിന്റെയും ഭരണാധികാരികളുടെയും പ്രതിരോധ നീക്കങ്ങളും.